ഈ ഒരു ചൂട് ക്ലൈമറ്റിനൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കാലാവസ്ഥ ഒന്ന് മാറിയിട്ടുണ്ടല്ലേ. മഴയും മഴക്കാറൊക്കെ ആയിട്ട് നല്ല രസമല്ല കാലാവസ്ഥ അല്ലേ. ഇന്ന് നമ്മൾ ജിമ്മിനൊന്നും പോയില്ല കേട്ടോ. ചെറുതായിട്ട് ജലദോഷം പനിയൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിൽ എനിക്ക് ചൂടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുമായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് മോൾക്കും കൂടി വേണ്ടിയിട്ട് ഞാനിവിടെ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചേ. ഇയ്യാത്തോണ്ട് തന്നെ ഞാൻ വേറെ വല്ല സ്നാക്സ് ഉണ്ടാക്കാനൊന്നും നിന്നില്ല കേട്ടോ. പൊട്ടാറ്റോ ചിപ്സ് ആണെന്നുണ്ടെങ്കിൽ വേഗം പണിയും കഴിയുമല്ലോ എന്ന് വിചാരിച്ചേ. അപ്പൊ ഇതേ നമ്മളുടെ പൊട്ടാറ്റോ നമ്മൾ ഭയങ്കര തിൻ ലെയർ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് അത് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളമൊന്നും ഇല്ലാതെ നല്ല ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കാം. എന്നിട്ട് അത് നമുക്ക് എണ്ണയിൽ ഇട്ടിട്ട് വറുത്തെടുക്കാം. അപ്പൊ വറുത്തെടുക്കുമ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് പാകമായതിനു ശേഷം നമ്മൾ ഉപ്പ് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് തെളിച്ച് കൊടുക്കുക. അങ്ങനെ അതേ നമ്മുടെ പൊട്ടാറ്റോ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡൊന്നും അവൾക്ക് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും. അവർക്ക് അധികം വലിയ കേടൊന്നും വരാനൊന്നുമില്ലല്ലോ. ഇനി നമുക്കിത് ആവശ്യാനുസരണം ഇതിന്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ മുളക് പൊടിയൊക്കെ വിതരണം എന്നുണ്ടെങ്കിൽ വിതറാട്ടോ. ഞാനിവിടെ വിതറുന്നില്ല. ഇതിൻ്റെയോടൊപ്പം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂട് കോഫിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നല്ല ചൂട് കോഫിയും നമ്മളുടെ ചൂട് പൊട്ടാറ്റോ ചിപ്സും കൂടിയിട്ട് മഴയും ആസ്വദിച്ച് ഞാൻ ഇരുന്ന് കഴിക്കുകയാണ്. ഇനിയും ജലദോഷമൊക്കെ ഉള്ള കാരണം തന്നെ ഈ ഒരു ചൂട് കോഫി കുടിക്കുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര വലിയൊരു ആശ്വാസമാണ് കേട്ടോ. ഭയങ്കര ഒരു എനർജി കിട്ടിയൊരു ഫീലാണ്. നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്തോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ചാനൽ ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം. ബൈ ബൈ.